ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധിപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന ആയിരക്കണക്കിന് ദൈവമക്കളുമായി പങ്കുവയ്ക്കാൻ വീണ്ടും ഒരു സുന്ദര ദിവസം കൂടി ദൈവം തന്നതോർത്ത് ഈ നല്ല നാളിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിടുക്കത്തോടെ ആകാംക്ഷയോടെ ഹൃദയത്തിൽ കിട്ടിയ ദൈവിക ദൂത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ വ്യഗ്രതപ്പെടുകയാണ്. കർത്താവിന് സകല മഹത്വവും കരയേറ്റുന്നു. വചനം തരുന്ന ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഓരോ ദിവസവും തിരുവെഴുത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന ആത്മീക രഹസ്യങ്ങളെ ദൈവമക്കൾക്ക് കൈമാറുവാൻ, വചനം തുറന്ന് വ്യാഖ്യാനിപ്പാൻ കൃപ തന്ന് വെളിപ്പാട് തന്ന് നമ്മെ സമ്പന്നരാക്കുന്ന ദൈവത്തിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദാനിയേൽ പ്രവചനത്തിൽ നിന്നാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 9-ാമത് വാക്യം. നിങ്ങൾ സ്വപ്നം അറിയിക്കാഞ്ഞാൽ നിങ്ങൾക്കൊരു വിധി മാത്രമേ ഉള്ളൂ. സമയം മാറുവോളം എൻ്റെ മുമ്പിൽ വ്യാജവും പൊളിവാക്കും പറയുവാൻ നിങ്ങൾ യോജിച്ചിരിക്കുന്നു. സ്വപ്നം പറയുവീൻ, എന്നാൽ അർത്ഥവും അറിയിപ്പാൻ നിങ്ങൾക്ക് കഴിയുമെന്നെനിക്ക് ബോധ്യമാകും. രാജാവിൻ്റെ തിരുവായ്മൊഴികളാണ്. അതിനകത്ത് ഒരു വാക്കുണ്ട്, സമയം മാറുവോളം. സമയം മാറുവോളം. രാജാവ് രാത്രിയിൽ പള്ളിമേടയിൽ ഒരു സ്വപ്നം കണ്ടു. നേരം വെളുത്തപ്പോൾ അദ്ദേഹം സ്വപ്നം മറന്നുപോയി. ആകുലചിത്തനായി തൻ്റെ കൊട്ടാരത്തിൽ താൻ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി വളർത്തുന്ന, ശമ്പളം കൊടുത്ത് നിർത്തുന്ന, തീറ്റിപ്പോറ്റി വളർത്തുന്ന കൽദയരെയും മന്ത്രവാദികളെയും ശകുനവാദികളെയും വിളിച്ചിട്ട് താൻ ഈ കാര്യം പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം മറന്നുപോയി, എനിക്ക് ആ സ്വപ്നം തിരിച്ചു കിട്ടണം, നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കണം, നിങ്ങൾ ആ സ്വപ്നം തിരിച്ചു തരണം. മന്ത്രവാദികൾ ആശ്ചര്യഭരിതരായി. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ തലേ രാത്രി കണ്ട സ്വപ്നം മറന്നുപോയിട്ട് ആ സ്വപ്നം വീണ്ടും ഗണിച്ച് ഗുണിച്ച് തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് മാനുഷികമായ ബുദ്ധിമുട്ടാണ്. അവരത് സമ്മതിച്ചു. ജഡവാസമുള്ള ഒരു മനുഷ്യനും അത് ചെയ്യാൻ പറ്റിയല്ല. ഭൂമിയിൽ ഒരാൾക്കും ചെയ്യാൻ പറ്റുന്നതല്ല. തിരുമേനി എന്താ ഈ പറയുന്നേ? സ്വപ്നം പറയുവാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾ പറഞ്ഞു തരാം. സ്വപ്നം മറന്നുപോയി. രാജാവ് കോപിഷ്ഠനായി. രാജാവ് കൽപ്പന പുറപ്പെടുവി വെച്ചു. എൻ്റെ സ്വപ്നം എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കൽദയരെയും മന്ത്രവാദികളെയും എല്ലാം ശകലിച്ച് അരിഞ്ഞരിഞ്ഞില്ലാതെയാക്കും, കൊന്നുകളയും. രാജ്യം ഭീതിയിലായി. കൊട്ടാരവാസികൾ നടുക്കത്തിലായി. പ്രത്യേകിച്ച് കൽദയരും മന്ത്രവാദികളും ആശങ്കാഭരിതരായി. ഈ പശ്ചാത്തലത്തിൽ മന്ത്രവാദികളും ശകുനവാദികളും വന്ന് രാജാവിനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഭാരപ്പെടുകയാണ്. ഈ സമയത്ത് രാജാവ് കലിയടങ്ങാതെ വലിയ പ്രയാസത്തോടു കൂടി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ആ വാക്യം മുഴുവൻ ഒരു നെഗറ്റീവ് ആംഗിളാണ്. കൊന്നുകളയും, ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് മന്ത്രവാദികൾക്കെതിരെയുള്ള രാജാവിൻ്റെ ആക്രോശമാണ് ഈ വാക്യം. പക്ഷെ അതിനകത്ത് രാജാവ് അറിഞ്ഞോ അറിയാതെയോ ഒരു വാചകം, ഒരു വാക്ക് ചേർത്തു. അത് മണ്ണിനടിയിൽ മറഞ്ഞു കിടക്കുന്ന പൊന്നുപോലെ ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ഞാൻ കുറേ നേരം ചിന്തിച്ചു, കുറേ നേരം ധ്യാനിച്ചു. ആ വാക്ക് മനസ്സിലിട്ട് വെള്ളത്തിലിട്ട് കഴുകുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലിട്ട് കഴുകി. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ബോധിപ്പിച്ചു തന്ന കാര്യം ഞാൻ ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പങ്കുവയ്ക്കട്ടെ. രാജാവ് ശകുനവാദികളോടും മന്ത്രവാദികളോടും ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ എടുത്തു പറഞ്ഞിരുന്ന വാക്കിതാണ്, സമയം മാറുവോളം. സമയം മാറുവോളം. അൻറ്റിൽ സിറ്റുവേഷൻ ചേഞ്ച്. ഈ സാഹചര്യം മാറുവോളം. അത്രയും മാത്രം പുറത്തേക്കെടുക്കുന്നു. ബാക്കിയെല്ലാം പതുക്കെ തള്ളി മാറ്റി വയ്ക്കുന്നു. രാജാവ് പറയുന്നു, ഈ സമയം മാറി വരും, ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവും. അതുവരെ നിങ്ങളിങ്ങനെ താളം തല്ലി നിൽക്കും, എനിക്കറിയാം. അതുകൊണ്ട് സമയം കളയാൻ പറ്റില്ല എന്നൊരു ധ്വനിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. രാജാവ് ഒരു കാര്യം പറയുന്നു,
ഈ സമയം മാറി വരും. ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവും. എന്താണ് അന്നത്തെ സിറ്റുവേഷൻ? എന്താണ് അപ്പോഴത്തെ സമയം? അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രത്യേകത ഞാൻ പുറകോട്ടിറങ്ങി വായിച്ചു. 2:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, രാജാവിന് ഉറക്കമില്ലാതെയായി. രാജാവ് വ്യാകുലപ്പെട്ടു. രാജാവിൻ്റെ പ്രശ്നം ആരോട് ചോദിച്ചിട്ടും എല്ലാവരും കൈമലർത്തുക. ആർക്കും അറിയില്ല എന്താ വിഷയം എന്നറിയില്ല. സ്വപ്നം എന്നത് അവിടെ കിടക്കട്ടെ, പക്ഷേ സാഹചര്യം ഇതാണ്. ആരോട് ചോദിച്ചിട്ടും അറിവുള്ളവർ, മന്ത്രവാദികൾ, ഇവരോടൊക്കെ ചോദിച്ചിട്ടും അവർ പറയുന്നു, അയ്യോ ഒരു രക്ഷയില്ല, ഞങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല, ഇതെന്താണെന്ന് എനിക്കറിയില്ല എന്നേ പറയുന്നുള്ളൂ. കൊട്ടാരം സന്തോഷഭരിതമായിരുന്നു. വളരെ അനർഗളമായിരിക്കുന്ന ആനന്ദ താളത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാബിലോണിലെ കൊട്ടാരം. പ്രതാപശാലിയായ രാജാവിനോട് ചേർന്നിരുന്ന് ഓരോ ദിവസവും സുന്ദരമായി നന്നായി പോയിക്കൊണ്ടിരുന്ന കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ താളം തെറ്റി, മൂകതയായി, ആരും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ മനസ്സുരുകുന്ന വിഷയമായി. രാജാവിൻ്റെ വിഷയം ആർക്കും പരിഹരിക്കാൻ പറ്റാതെയായി. രാജാവിൻ്റെ എന്നതിനേക്കാളുപരി കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം ആർക്കും, പരിചയക്കാർക്കും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയിലായി. അങ്ങനെയായിരിക്കുന്ന പ്രത്യേക സാഹചര്യം ആകുലതയും വ്യാകുലവും മനസ്സിടിഞ്ഞും കോപിച്ചും ദുഃഖിച്ചും സന്തോഷമില്ലാതെയും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വിഷയവുമായി കൊട്ടാരം മൂകത തുല്യമായി. ഈ സമയം, ഈ സിറ്റുവേഷൻ, ഇത് മാറി വരും എന്ന് രാജാവ് അറിയാതെയോ അറിഞ്ഞോ തൻ്റെ വായിൽ നിന്ന് പറഞ്ഞു. സാഹചര്യം മാറി വന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. ആരാണ് ആ കൊട്ടാരത്തിൻ്റെ സാഹചര്യം, സമയം മാറ്റിയത്? മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ക്ഷുദ്രപ്രയോഗികൾക്കും ബുദ്ധിമാന്മാർക്കും വലിയ ശാസ്ത്രം ഗണിച്ചും ഗുണിച്ചും പറയുന്നവർക്കാർക്കും ആ കൊട്ടാരത്തിൻ്റെ സിറ്റുവേഷൻ മാറ്റാൻ പറ്റിയില്ല, സമയം മാറ്റാൻ പറ്റിയില്ല. പിന്നെ ആരാണ്? നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ദാനിയേലും കൂട്ടരുമാണ് കൊട്ടാരത്തിൻ്റെ സമയം മാറ്റിയെടുത്തത്, കൊട്ടാരത്തിൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ആക്കിയത്. ഞാൻ രാജാവിനെയും കൊട്ടാരത്തെയും ബാബിലോൺ സാമ്രാജ്യത്തെയും മനഃപൂർവ്വമായി നമ്മുടെ ചിന്തയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും കൊച്ചു കുടില് മുതൽ ഏറ്റവും സുന്ദരമായി ജീവിച്ചു പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യം വരെ ഇതിനെല്ലാം മനതാരിൽ കണ്ടുകൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങളോട് ആദ്യം ചോദിക്കട്ടെ, ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുവാണ് ഇപ്പോൾ? നമ്മൾ സാധാരണ ബിബ്ലിക്കലായിട്ട് പറയാൻ കൊള്ളാവുന്നൊരു വാക്കല്ലെങ്കിലും എങ്കിലും മലയാളികളായി നമുക്ക് പരിചിതമായിരിക്കുന്നൊരു വാക്ക് ഉപയോഗിക്കട്ടെ. ഇപ്പോഴത്തെ സമയം മോശമാണോ? ആകപ്പാടെ വ്യാകുലത, ആകുലത. പ്രാർത്ഥിക്കുന്നവരോടും അല്ലാത്തവരോടൊക്കെ ചോദിച്ചു, പ്രവചിക്കുന്നവരോടും അറിവുള്ളവരോടും ഒക്കെ ചോദിച്ചു, എന്താ ഞങ്ങൾക്ക് പറ്റിയത്? ഞങ്ങളുടെ ഈ സ്ഥിതിക്ക് ഭേദം വരുമോ? ഞങ്ങളിനി എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിനെല്ലാവരും കൈമലർത്തുക. ആരും വേറൊരു ഭാഷ പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനില്ല. ശരിക്കും നിങ്ങളുടെ സാഹചര്യം അതാണോ? ഒരു പ്രാർത്ഥനക്കാർ, ഒരു കൂട്ടായ്മക്കാർ, നിങ്ങൾ കൂടിപ്പോകുന്ന സഭക്കാർ പോലും നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അവർ പറയുന്നു, അവരൊരു കണക്കിന് ഓടി ഒളിക്കുക, നിങ്ങളിൽ നിന്ന് അകലുക. ശരിക്കും ഈ രാജാവ് പറഞ്ഞതുപോലെ അവരിങ്ങനെ ഉഴപ്പിത്തല്ലി താളം തല്ലി നിൽക്കുക. നിങ്ങളുടെ വീട്ടുകാർ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല. ആകപ്പാടെ മൂകതയും വേദനയും നൊമ്പരവും ചിന്താമണ്ഡലത്തിന് തീ പിടിച്ചതുപോലെ ദുഃഖവും ഉറക്കമില്ലായ്മയും വ്യാകുലപ്പെട്ടും അങ്ങനൊരു വല്ലാത്ത സ്ഥിതി, സന്തോഷം നഷ്ടപ്പെട്ട, തമ്മിൽ മിണ്ടാൻ പോലും പറ്റാത്ത ഒരു വല്ലാത്ത സമയം. ഈ സമയം മാറ്റിയെടുക്കാൻ ദാനിയേലിനെ പോലെ നന്നായി മുട്ടയിലിരുന്ന് ദൈവവുമായിട്ട് അടുത്ത് ബന്ധത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കേ പറ്റൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഗണനം നടത്തി ഇന്നിടത്താണ് സംഭവം കിടക്കുന്നത്, അത് ഇന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത് അല്ല ഇവിടുത്തെ വിഷയം. ഈ സാഹചര്യം മാറ്റിയെടുക്കണം, ഈ സമയം മാറ്റിയെടുക്കണം. അതിന് പ്രാർത്ഥിക്കുന്നവർക്കേ പറ്റൂ. പറയാൻ എളുപ്പമാണ്,
ഇത് 5 കൊല്ലം മുമ്പ് പൂട്ടിയ പൂട്ടാണ്, ഇത് അറബി നാട്ടിൽ നിന്ന് വന്ന കെട്ടാണ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പറഞ്ഞതുകൊണ്ട് സാഹചര്യം മാറില്ലല്ലോ. സാഹചര്യം മാറ്റിയെടുക്കണം, സമയം മാറ്റിയെടുക്കണം. അതിനാർക്ക് പറ്റും? അതിന് പ്രാർത്ഥന മനുഷ്യനെ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റുമോ? ദാനിയേലിനെ ഇനി പൊക്കിക്കൊണ്ട് വരണമെന്നൊന്നുമില്ല. തിരുസന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവാശ്രയ ബോധത്തോടെ ആരെങ്കിലും 1-2 പേരെയും കൂടി കിട്ടുമെങ്കിൽ അവരെയും കൂടി ചേർത്തിരുത്തി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ വ്യാകുലതയുടെ ഉത്തരം മുട്ടിച്ച വിഷയത്തിൻ്റെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൻ്റെ കൊട്ടാരതുല്യമായി പോന്ന കുടുംബത്തിൻ്റെ അന്തരീക്ഷം തകർത്ത് കളഞ്ഞ തീ പിടിച്ചതുപോലെ ആകപ്പാട് ചാരമാക്കി കളയാൻ വേണ്ടി വ്യാകുലപ്പെടുന്ന, വ്യഗ്രതപ്പെടുന്ന ആ പ്രതിസന്ധിക്ക് പരിഹാരം വരുത്താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കഴിയും. സമയം മാറ്റിയെടുക്കാൻ, സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തെടുക്കാൻ, ഇപ്പോഴത്തെ സാഹചര്യത്തെ മാറ്റിയെടുക്കാൻ പ്രാർത്ഥിക്കുന്നവന് കഴിയും. ഞാൻ ഉറപ്പ് തരുന്നു, ദൈവവചനത്തിൽ ആശ്രയിച്ച് ഉറപ്പ് തരുന്നു. ഡോക്ടേഴ്സിനോ മന്ത്രവാദികൾക്കോ പണത്തിനോ പരിഹരിക്കാൻ പറ്റാത്ത വിഷയം, ചേഞ്ചാക്കാൻ പറ്റാത്ത വിഷയം, സമയം മാറ്റിയെടുക്കാൻ പറ്റാത്ത വിഷയം പ്രാർത്ഥിക്കുന്നവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പരിശ്രമിക്കാമോ? പ്രാർത്ഥിക്കാമോ? കാര്യം കൈകാര്യം ചെയ്യാൻ കർത്താവിൻ്റെ കൃപ ചോദിക്കാമോ? സമയം മാറി വരും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, സിറ്റുവേഷൻ ചേഞ്ച് ആകും. നമുക്കത് തന്നെ ആശ്രയിക്കാം. ബാക്കി എല്ലാത്തിനെയും വിടാം. പണം മേടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ കയറി ഇറങ്ങി അടുത്ത് നിന്ന് മുട്ടി നിന്ന് ഒരു കാര്യവും നടത്താതെ താളം തല്ലി നിന്ന് നിങ്ങളെയും കൂടി പാഴാക്കാതിരിപ്പാൻ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്ക്. സമയം മാറി വരട്ടെ. ഈ സ്ഥിതിയിൽ എത്ര നാൾ തുടരും? വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായില്ലേ? 10 രൂപയുടെ വരുമാനമില്ല, കുഞ്ഞ് വളർന്നു വരുന്നു, ഇതെല്ലാം അറിയുന്നില്ലേ? ഒരു മാറ്റം വേണ്ടേ? ഒറ്റാന്തടിയായി നിന്നാൽ മതിയോ? കെട്ടപ്പെട്ട് നിന്നാൽ മതിയോ? ഈ വ്യാകുലത മാറണ്ടേ? ചോദ്യങ്ങൾക്ക് മറുപടി വരണ്ടേ? ജീവിതം വേര് പിടിക്കണ്ടേ? പ്രാർത്ഥന, ദൈവത്തോടുള്ള അഭയാചന. ദാനിയേലിനെ പോലെ ദൈവിക ബന്ധം ആദ്യം ഉറപ്പിക്ക്, എന്നിട്ട് പ്രാർത്ഥിക്ക്, കർത്താവിനെ പ്രസാദിപ്പിക്ക്. സമയം മാറി വരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരമോന്നതൻ്റെ വലിയ കൃപയാൽ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ നീതിയാൽ ഒരു മാറ്റവും വരാത്ത വിഷയത്തിന് പ്രാർത്ഥനയാൽ മാറ്റം വരുത്താൻ കഴിയും. ഒരു രാജകൊട്ടാരത്തിൻ്റെ സ്ഥിതി മൂകതയിലും മരണവീട് പോലെ കോപത്തിലും കലിയിലും വലിയ ശക്തമായിരിക്കുന്ന പ്രതിസന്ധിയിലും മൂകത തളം കെട്ടിക്കിടന്ന അന്തരീക്ഷത്തെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് സമയം മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ കൽദയർക്കും മന്ത്രവാദികൾക്കും കഴിയാത്തത് ദൈവാശ്രയ ബോധമുള്ളൊരു ഭക്തന് ആ സിറ്റുവേഷൻ ചേഞ്ചാക്കാൻ പറ്റിയെങ്കിൽ നാഥ, 2 കാര്യം പ്രാർത്ഥിക്കുന്നു. ഒന്ന്, അടിയങ്ങളെപ്പോലെ ശുശ്രൂഷിക്കുന്നവർക്ക് ദാനിയേലിനെ പോലെ ചില കുടുംബങ്ങളുടെ, ചില വ്യക്തികളുടെ ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതിഗതികൾ മാറ്റിയെടുപ്പാൻ പരിശുദ്ധാത്മാവ് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി പേർ, കർത്തൃദാസന്മാർ, ദൈവദാസിമാർ, അവരെല്ലാവരെയും ഈ വെളിപ്പാട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2, കുറേ നാളുകളായി ഒരു മാറ്റവുമില്ലാതിരിക്കുന്ന വിഷയം, എന്നും കോപം, എന്നും ദുഃഖം, എന്നും കണ്ണീര്, എന്നും കലക്കം, എന്നും വഴക്ക്, എന്നും വിധി വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നൊമ്പരപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഈ സ്ഥിതിക്ക് ഭേദം വരുത്താൻ ചില കുടുംബങ്ങൾക്കകത്തേക്ക് പ്രാർത്ഥനയുടെ ആത്മാവിനെ അയച്ച് സമയം മാറ്റിക്കൊടുക്കണേ, സിറ്റുവേഷൻ ചേഞ്ചാക്കി കൊടുക്കണേ. അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ, സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.